Hello guys, welcome to our channel. അങ്ങനെ ഫൈനലി നമ്മുടെ കനേഡിയൻ പി ആറിനെ പറ്റിയുള്ള വീഡിയോ നമ്മുടെ ചാനലിൽ വരികയാണ്. മിസ്റ്റർ മുസ്തഫ ബക്കറുമായിട്ട് നമ്മൾ ഒരു ഇൻ്റർവ്യൂവിന് ചോദിച്ചപ്പോൾ പുള്ളി സന്തോഷത്തോടെ ഓക്കെ പറയുകയും പിന്നെ ഞാൻ പോലും ഭയങ്കര ത്രില്ഡായിരുന്നു. അപ്പോൾ ഞാനൊരു ചെറിയൊരു ഡെമോ വീഡിയോ ഇട്ടപ്പോൾ തന്നെ നിങ്ങൾ ഒത്തിരി സംശയങ്ങൾ എനിക്ക് മെയിൽ അയക്കുകയും എനിക്ക് എൻ്റെ വാട്സപ്പിലൂടെ അയക്കുകയൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെ എല്ലാം ഒരു ഓവറോൾ ഫിൽട്ടർ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് നമ്മൾ അദ്ദേഹത്തോട് ചോദിക്കാൻ വേണ്ടി പോകുന്നത്. സോ നിങ്ങൾക്ക് എന്തെങ്കിലും ഈ ചാറ്റ് ഷോ കണ്ടതിന് ശേഷം ഒരു ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും എൻ്റെ മെയിലിൽ എനിക്ക് മെസ്സേജ് അയക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യാം, അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. ഞാൻ തീർച്ചയായും നിങ്ങളുടെ സംശയങ്ങൾ അദ്ദേഹവുമായി ചർച്ച ചെയ്ത് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. സോ വി ആർ ഗോയിങ് ടു വിത്ത് അവർ ഷോ. Hi sir, welcome to our channel. It's a great opportunity for me and our audience to have a section with you. Such a prominent counsel, Mr. Mustafa Backer. Welcome to our channel, sir. It's my pleasure. It's my pleasure. Sir, ഒരു മലയാളിയാണ്, കണ്ണൂർക്കാരനാണ്, കാനഡയിലേക്ക് കുടിയേറിയതാണ്, അവിടുത്തെ സിറ്റിസൺ ആണ്, അവിടുത്തെ എമിഗ്രേഷൻ ലോയർ ആണ്. So, would you mind introduce yourself to our audience? മലയാളിയാണെന്നുള്ളത് ശരിയാണ്, കണ്ണൂർക്കാരനാണെന്നുള്ളത് ശരിയാണ്. ഞാൻ വളർന്നതൊക്കെ ഗൾഫ് കൺട്രീസിലാണ്. But then again, 20 years back I moved to Canada. I was basically a marketing guy, worked in a lot of multinationals in the Gulf countries before immigrated to Canada. പിന്നെ ഒരു 20 years ആയിട്ട് ഇപ്പം ഇമിഗ്രേറ്റ് ചെയ്ത് പിന്നെ 1-2 വർഷം കൊണ്ട് കനേഡിയൻ സിറ്റിസൺഷിപ്പ് കിട്ടി. I came as a PR. I came for higher education also in Canada. അപ്പം when it comes to immigration, I have been only doing this for the last 7-8 years. I used to work for some leading law firms in downtown Toronto. And I'm not a lawyer exactly, because in Canada, the lawyers, that means you have to do everything: family law, civil law, immigration law, what do you call it, the criminal law. But there are also licensed Government of Canada's Immigration Canada licensed immigration consultants who has to go to the immigration college and study only immigration law, get licensed by Government of Canada to practice immigration. So my immigration firm name is Sherway Immigration, based in Mississauga, Ontario province of Canada. And that's it. I would love to answer more questions from you, Libby. സാറ് ഇന്റർവ്യൂ തരാന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. നമ്മുടെ ഒരു ചാനലിലൂടെ ഒരു കാരണം ഒത്തിരി there is a lot of fraudulent activities are happening for Canadian peer. അപ്പം ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ ആഗ്രഹിച്ചപ്പോൾ അത് സാറോട് കോണ്ടാക്ട് ചെയ്തു. അപ്പം സാർ ഓക്കെ പറഞ്ഞു. അപ്പം ഞാൻ ഭയങ്കര ത്രില്ലാണ്. അപ്പം ഞാൻ ഇങ്ങനെ ചെറിയൊരു ഡെമോ വീഡിയോ അയച്ചിരുന്നു, ചാനലിൽ ഇട്ടിരുന്നു. അപ്പം നമുക്ക് ഒത്തിരി ഇൻക്വയറീസ് ആൾക്കാരുടെ അടുത്ത് നിന്ന് വന്നിട്ടുണ്ട്. അപ്പൊ അവർ there are limited questions they will ask. So നമ്മൾ അതിൽ നിന്നും തിരഞ്ഞെടുത്ത കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പോൾ സാറിനോട് ചോദിക്കാൻ പോകുന്നത്. സോ വി ആർ മൂവിങ് വിത്ത് അവർ ക്വസ്റ്റ്യൻസ്. വൈ കാനഡ? വൈ കാനഡ? കാനഡ, നമ്മൾ എമിഗ്രേഷനെ കുറിച്ച് ഫസ്റ്റ് ചിന്തിക്കുമ്പോൾ എല്ലാവരുടെയും മനസ്സിലേക്ക് വരുന്നത് പി ആർ എന്ന് പറയുന്ന കാനഡയാണ്. വൈ കാനഡ ഈസ് ദ ഹോട്ടസ്റ്റ് ഇമിഗ്രേഷൻ കൺട്രി? Yes, it's a truth. Because ഇതിന്റെ ഒരു കാരണം പറയുമ്പോൾ, see, if you look at even ഞാനിത് every day I'm being asked this question. Even ചിലവർ ദുബായ് എന്നൊക്കെ വിളിക്കുന്നവർ ഇവൻ എന്നോട് ചോദിക്കാറുണ്ട്, why should I leave Dubai? ഞാൻ പറഞ്ഞു, I did not ask you to leave Dubai. You called me. You just want to do a comparison. People come to Dubai, you go back to India. 90% of them, very rich people, may buy property and live in Dubai. But otherwise, when time comes, when you lose your job and you're get retired, you may have to go back. So അതുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല. Okay, now about Canada എന്ന് പറയുമ്പോൾ ഒന്നാമത് ഇത് ഒരു യുണൈറ്റഡ് നേഷൻസ് കൺസിസ്റ്റന്റ്ലി ദ ബെസ്റ്റ് കൺട്രി ടു ലിവ്, ബെസ്റ്റ് കൺട്രി ടു എമിഗ്രേറ്റ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പ്രാവശ്യം സെലക്ട് ചെയ്തൊരു രാജ്യമാണ്. അപ്പോൾ when I say this, you can say it's my business, I'm promoting Canada, but why should United Nations say that? ഒരു തേർഡ് പാർട്ടിയാണ് പറയുന്നത്. പിന്നെ ഒരുപാട് ഇന്റർനാഷണലി വെൽ റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസും കാനഡയെ ബെസ്റ്റ് ക്വാളിറ്റി ഓഫ് ലൈഫ്, ബെസ്റ്റ് സേഫ്റ്റി ഫോർ ചിൽഡ്രൻ, വിമൻ, ഒരുപാട് കാര്യങ്ങളിൽ അങ്ങനെ റെക്കഗ്നൈസ് ചെയ്യുന്ന രാജ്യമാണ്. പിന്നെ കാനഡ ഈയിടെ അടുത്തായിട്ടാണ് ഇത്രയും പോപ്പുലറായി വരാൻ കാരണം, ഒന്ന് ഈ കോൺട്രപാർട്ടായിട്ടുള്ള US, ഓസ്ട്രേലിയ, UK പോലുള്ള രാജ്യങ്ങളൊക്കെ ഒരുപാട്
restrictions, immigration restrictions, ഒരുപാട് നിയമങ്ങളൊക്കെ മാറ്റി. പക്ഷെ കാനഡ നേരെ ഓപ്പോസിറ്റാണ് പോയത്. കാനഡ പണ്ട് ഒരുപാട് പേര് അങ്ങനെ അട്രാക്ട് ചെയ്തിട്ടില്ല. ബട്ട് പിന്നെ അവർ ഗ്രാജുവലി ഡെമോക്രാറ്റിക് ലിബറൽ ഗവൺമെന്റ് ഒക്കെ വന്നിട്ട് ഒരുപാട് അതിനെ ലീനിയൻസ് ആക്കി. അതായത് പ്രത്യേകിച്ച് ഒരുപാട് ഇന്ത്യൻ സ്റ്റുഡൻസ്, കാനഡയിൽ ഏകദേശം 500,000 സ്റ്റുഡൻസ് ആനുവലി വരുന്നതിൽ പകുതിയോളം ഏകദേശം ഇന്ത്യൻ സ്റ്റുഡൻസ് ആണ്. പിന്നെ കാനഡ ഇത്രയധികം പോപ്പുലർ ആണുള്ള വേറെ കാരണങ്ങൾ, ഇറ്റ്സ് എ റിച്ച് കൺട്രി. ഇറ്റ് ഹസ് ഗോട്ട് ഓയിൽ, ഇറ്റ് ഹസ് ഗോട്ട് ഗോൾഡ്, ലോട്ട് ഓഫ് നാച്ചുറൽ റിസോഴ്സസ്. ഇറ്റ്സ് വൺ ഓഫ് ദ ടോപ്പ്, ഇറ്റ്സ് ലൈക്ക് 10th largest എക്കോണമി ഇൻ ദ വേൾഡ്. ഇന്ത്യന്റെ ഡബിൾ സൈസിലുള്ള ഈ രാജ്യത്ത് കേരളത്തിന്റെ പോപ്പുലേഷനേ ഉള്ളൂ. Canada needs people. Canada is booming. Canada is growing fast. A lot of opportunities, world-class universities and colleges, free healthcare, and then of course up to +2 free education. A lot of social security and benefits even when you get old, retirement, other benefits. But in all respect, വളരെ സ്റ്റേബിളും വളരെ സേഫ് ആയിട്ടുള്ള ഒരു നാട്. എർത്ത്ക്വാക്ക്, ഒരുപാട് നാച്ചുറൽ കലാമിറ്റീസ് ഒന്നും ദൈവം സഹായിച്ചത് വരെ ഇല്ല. അപ്പോൾ ലേഡീസിന്, പ്രത്യേകിച്ച് വിമൻ ആൻഡ് ചിൽഡ്രൻ ഒക്കെ ഒരുപാട് സേഫ്റ്റി ഉള്ള രാജ്യം. അപ്പോൾ മൊത്തത്തിൽ ഇവിടെ വന്ന് പഠിക്കാൻ വന്നവർ പോലും 4-5 വർഷം കൊണ്ട് ഇവിടുത്തെ സിറ്റിസണായി മാറാനുള്ള ഫെസിലിറ്റീസ്. ഇപ്പൊ ഏത് അർത്ഥത്തിൽ നോക്കുമ്പോഴത്തും ഇന്നത്തെ ലോക സിറ്റുവേഷനിൽ ഒരുപാട് ആൾക്കാർ ഒത്തിരി ഡിസ്പറേറ്റ് ആണ്. അവരുടെ രാജ്യത്തെ സിറ്റുവേഷൻ കാരണമോ അല്ലെങ്കിൽ വേറെ പല രീതിയിലുള്ള കാരണങ്ങൾ കാരണം അവർക്ക് ദേ ആർ ലുക്കിംഗ് ഫോർ ആക്ച്വലി എ ബെസ്റ്റ് ആൻഡ് സെക്കൻഡ് a lasting option, not a temporary option. അപ്പൊ അത് വരുമ്പോ ആ സ്റ്റേബിൾ ഒരു കൺട്രി, ഒരു ഡെസ്റ്റിനേഷൻ വരുമ്പോ കാനഡ തന്നെ ഇന്നത്തെ ഒരു സിറ്റുവേഷനിൽ ഡെഫിനറ്റ്ലി ദ ലീഡിങ് ആൻഡ് ദ ഹോട്ടസ്റ്റ്. അതുപോലെ തന്നെ ഉള്ളൊരു വലിയൊരു ക്വസ്റ്റ്യൻ ആണ്, ഇപ്പൊ നമ്മുടെ അമേരിക്കയില് ഗ്രീൻ കാർഡ് കിട്ടാത്തവരും ഓസ്ട്രേലിയയില് PR കിട്ടാത്തവരും ഒരു തേർഡ് ഓപ്ഷൻ എന്ന് പറയുന്നത് കാനഡ ആയിരിക്കും. അവർക്ക് എങ്ങനെ കാനഡയിലേക്ക്, അവർക്ക് ഇപ്പോൾ ഓൾറെഡി ഗ്രീൻ കാർഡ് കിട്ടുന്നില്ല, ഓസ്ട്രേലിയൻ PR കിട്ടുന്നില്ല, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ അവർക്ക് എങ്ങനെ കാനഡയിലേക്ക് മൂവ് ചെയ്യാൻ പറ്റും? ഒരുപാട് പേര് വരുന്നുണ്ടല്ലോ. ഡ്യൂറിങ് നമ്മുടെ ഡൊണാൾഡ് ട്രംപിന്റെ ടൈമിന് it was so tough for even to keep their visa in US, correct? US-ലെ കാര്യം ആദ്യം പറയാം. US-ല് ഗ്രീൻ കാർഡ് എല്ലാം ഹോൾഡിലായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരുപാട് അപ്ലിക്കേഷൻസ് അപ്രൂവ് ആകാൻ നിന്നവർ കൂടി വലിയ കൺഫ്യൂഷൻ ഉണ്ടായി. അപ്പോൾ US-ലുള്ളവർക്ക് I would say that it's much more easier because first of all, a lot of them can travel to Canada, and the application can be much faster because they are, based in US. The work experience is so good, they can maybe easily find a job in Canada as well, if mostly the IT field. Positive chances are there, better opportunities are there for US-based immigrants who are, thinking Canada as an option in case their green card is not working out there. അപ്പൊ അങ്ങനെയുണ്ട്. കൂടാതെ ഇവർക്ക് ചിലർക്ക് ഗ്രീൻ കാർഡ് ഇല്ല, ജോബ് തീരുന്നവരും ചിലവർ വരുന്നുണ്ട്. ചിലവര് ഒരു അഡീഷണൽ സ്റ്റഡി പ്രോഗ്രാം എടുത്തുകൂടെ വരുന്നുണ്ട്. Then that's also going to open. It all depends on person to person. I would always suggest that book a consultation, understand your opportunities and take the right decisions. But it's much more easier. Australia, UK അങ്ങനെയുള്ള രാജ്യങ്ങളിൽ നിന്ന് ഒരുപാട് പേര് വിളിക്കുന്നുണ്ട്. And this is the same thing, when they have that residence visa of study visa or whatever visa of Australia, it makes them much more easier for them to travel to Canada. ഒരു ഇന്റർവ്യൂ ആണെങ്കിൽ അറ്റൻഡ് ചെയ്യാം, കാനഡയിൽ വന്ന് വേണം വിസിറ്റ് ചെയ്യാം. പിന്നെ അങ്ങനെ കുറച്ച് അഡ്വാൻറ്റേജസ് ഉണ്ട്. പിന്നെ ഇംഗ്ലീഷ് ലാംഗ്വേജും ഐ ഫൗണ്ട് ഇറ്റ് people who are living in US and Australia and all, they are really getting much higher score comparing to people from Kerala or Gulf countries. But the situation is നമ്മൾ അവിടെ എത്ര എഡ്യൂക്കേറ്റഡ് ആയാലും our chance of speaking English is very low there. ഒരാള് വെറുതെ എല്ലാവരും ഇംഗ്ലീഷ് പറയാൻ തുടങ്ങിയ ആളെ ഒക്കെ വട്ടാന്ന് പറയും. അപ്പം സ്വാഭാവികമായിട്ടും ഈ ഭാഗത്തൊക്കെ ജീവിക്കുന്നവർക്ക് യു ആർ പുഷ് ടു സ്പീക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജ്. സോ ഒബ്വിയസ്ലി ആ ഒരു കംഫർട്ട് ലെവൽ ഇസ് ഹൈ വെൻ ഇറ്റ് കംസ് ടു ഇംഗ്ലീഷ് ലാംഗ്വേജ് ടെസ്റ്റ് ആൻഡ് ഓൾ. അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം ഇറ്റ് ഇസ് മച്ച് മോർ ഈസിയർ ഫോർ പീപ്പിൾ ഫ്രം ദീസ് കൺട്രീസ്. What about Europe? Of course, you need to answer it for Europe. Europe, I'm talking about generally about Australia, UK, and US. But New Zealand, പിന്നെ അങ്ങനെ inquiry വരാറില്ല സാധാരണ. Whatever inquiries I'm getting is mostly from US, Australia, and UK. പിന്നെ മാൾട്ട, പോളണ്ട് അങ്ങനെയുള്ള രാജ്യങ്ങളിൽ നിന്നൊക്കെ ആകുമ്പോഴത്തേക്ക് it is almost like treated as not exactly Europe. Sorry to say that. It is just considered as okay, they are from India,
working in Poland, it's almost like working like in Dubai. Doesn't matter. Mhm. But one thing you have to check it out is that all these people, even in US and Poland, everywhere, there are multinational companies. So if you can move with a job to Canada, that could be a golden opportunity, especially in the IT sector. It's happening very much because these companies, like, for example, company in Bangalore, Wipro, Infosys, data consultants, they have a lot of projects in US and Canada and all that. They can send maybe a dozen staff from that location to this location. All of them can be easily moving under intra-company transfer, which will eventually, help them to become PR in Canada. Other area, most of these professionals should check out that option. സോ അതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ ഒരു കൺസൾട്ടേഷൻ ചെയ്യുമ്പോൾ നമുക്ക് ഒത്തിരി കൂടുതൽ അറിയാൻ പറ്റും. കൺസൾട്ടേഷൻ എപ്പോഴും ഓൾവേസ് കൺസൾട്ടേഷന്റെ ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അറ്റ്ലീസ്റ്റ് യു ആർ ഇവാലുവേറ്റിംഗ് യുവർ സെൽഫ് ബൈ someone who professionally dealing with it. At least you know what are the chances, what could be something, if it is going to work for me. ആ ഒരു നല്ലൊരു പ്രോപ്പർ ഡിസിഷൻ എടുക്കാനും വേണ്ടാത്ത ഫ്രോഡിലൊന്നും ഞാൻ ചാടാതിരിക്കാനും എന്തുകൊണ്ട് കൺസൾട്ടേഷൻ എടുത്തവർക്ക് അത് എന്തുകൊണ്ട് നല്ലതാണ്. ഈവൻ ഇഫ് യു ഡോണ്ട് വാണ്ട്, ചിലവർ ഈ കൺസൾട്ടേഷൻ കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ദേ നോ, ഓ ഇറ്റ്സ് നോട്ട് ഗോയിങ് ടു വർക്ക് ഫോർ മീ, ഐ എം നോട്ട് ഗോയിങ് ഫോർ ഇറ്റ്. അങ്ങനെയുള്ളവരുണ്ട്. സോ ആൾക്കാർക്ക് ഇന്ന് കൺഫ്യൂഷനുള്ള സിറ്റുവേഷനിൽ മേക്കിംഗ് എ റൈറ്റ് ഡിസിഷനും അത് ഒരുപാട് ഹെൽപ്ഫുൾ ആയി. ഐ എം നോട്ട് പുഷിംഗ് എവരിവൺ ടു ഡു കൺസൾട്ടേഷൻ, ബട്ട് if you think you are confused and you are not clear about what you need to know, it's better to go with a professional. Yes. What are the best options and how to immigrate to Canada? I know that there is mainly people are saying like PR and in PR Express Entry and PNB. So can you explain about those options? And yeah, good question. See, Canada needs people. That doesn't mean everybody can come to Canada. Canada ഒരുപാട് ചൂസ് ചെയ്യും. കാരണം കാനഡന്റെ ഒരു ആവറേജ് ഇപ്പോൾ next 3 years ടാർഗറ്റ് വന്നൊരു 1.2 million people. ബട്ട് അതിലൊരു 400,000 people per year. അപ്പൊ അതിൽ തന്നെ ഒരുപാട് പേര് ഇവിടെ സ്റ്റുഡന്റ് ആയിട്ട് വരുന്നവർ അങ്ങനെ ഇമിഗ്രേഷൻ ആവും. ഒരുപാട് പേര് മാരേജ് ചെയ്യും, അവരുടെ വൈഫ് സ്പോൺസർ ചെയ്യും, അല്ലെങ്കിൽ അവരുടെ പാരന്റ്സിനെ സ്പോൺസർ ചെയ്യും. അപ്പോൾ ഏകദേശം ഒരു 200,000 people ആയിരിക്കും എല്ലാ വർഷവും പുതുതായിട്ടൊക്കെ പ്രൊഫഷണലായിട്ടും മറ്റുള്ള കാറ്റഗറിയിലൊക്കെ വരുന്നത്. ബട്ട് അത് ഏറ്റവും നല്ലൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇന്നിപ്പോ ആൾക്കാർ ചൂസ് ചെയ്യുന്ന ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റുഡന്റ് ഓപ്ഷൻ. ഓക്കെ, +2 കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഗ്രാജുവേഷൻ കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല മാർക്കും തിരക്കിടയില്ലാതെ ഇംഗ്ലീഷ് സ്കോറൊക്കെ ഉള്ളവർക്ക് ഇങ്ങോട്ട് വരാം. അതുപോലെ തന്നെ പിന്നെ പ്രൊഫഷണൽസ് ആയിട്ട് വരുന്നവർ വരാം. അവർക്ക് അത്യാവശ്യം നല്ല ഒരു മാസ്റ്റേഴ്സ് ലെവൽ എഡ്യൂക്കേഷനും തിരക്കിടില്ലാതെ ഇംഗ്ലീഷും ഒരു 10-35 വയസ്സ് താഴെയുള്ള ഏജ് ഒക്കെ ആണെങ്കിൽ they can also come here. They must have also 1 year experience in eligible jobs. അതുകൊണ്ട് പിന്നെ അതല്ലാതെ ഈ പറഞ്ഞ പോലെ ആൾക്കാർ പിന്നെ ബിസിനസ്സുകാരായിട്ടും വരുന്നുണ്ട്. ആൾക്കാർ ചിലവർ മക്കള് പാരന്റ്സിനെ സ്പോൺസർ ചെയ്തിട്ട് കൊണ്ടുവരുന്നുണ്ട്. ഇങ്ങനെയുള്ള പല ഡിഫറെന്റ് ഓപ്ഷൻസ് ആണ്. അതിൽ ഒരാളുടെ അവരുടെ ഈ ക്രെഡൻഷ്യൽസ് ഒക്കെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്തിട്ട് അവർക്ക് വേണ്ട രീതിയിലുള്ള അഡ്വൈസ് കൊടുക്കാറാണ് പതിവ്. For students, how does the job and PR get after education? ഇപ്പൊ ഒത്തിരി പേര് അവിടെ പഠിക്കേണ്ടി വരുന്നുണ്ട്. ഒത്തിരി പേര് എനിക്ക് അറിയാവുന്ന എൻ്റെ ഫ്രണ്ട്സ് തന്നെ അവിടെ ആഫ്റ്റർ സ്റ്റഡീസിന് ശേഷം PR കിട്ടാനായിട്ട് സ്ട്രഗിൾ ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ട്. സോ ക്യാൻ യു എക്സ്പ്ലെയിൻ അബൌട്ട് ഹൗ ടു ഗെറ്റ് PR ആഫ്റ്റർ എഡ്യൂക്കേഷൻ? അപ്പൊ അത് കുറച്ച് ശ്രദ്ധിക്കേണ്ട കാര്യം. ഒരുപാട് നല്ല റെപ്യൂട്ടഡ് ഏജൻസ് ഉണ്ട് നാട്ടിൽ, എഡ്യൂക്കേഷൻ ഏജൻസ് ഒക്കെ. ബട്ട് മേക്ക് ഷുവർ ദാറ്റ് യു ആർ സെലക്ടിങ് ദ റൈറ്റ് പ്രോഗ്രാം, സെലക്ടിങ് designated learning institution in Canada, which is the government funded colleges, universities. അപ്പൊ അവരൊക്കെ വഴി വരുമ്പോഴത്തേക്ക് ഈ പഠിച്ചു കഴിയുമ്പോഴത്തേക്ക് 1-2 വർഷം പഠിച്ചു കഴിഞ്ഞാൽ 3 years വർക്ക് പെർമിറ്റ് കിട്ടും. ആ 3 years ഒരു 1 year എങ്കിലും തിരക്കിടില്ലാതെ ജോബൊക്കെ ഉള്ളവർക്ക് PR അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓഫ് കോഴ്സ് there are some other criteria, ബട്ട് അവിടെ ചെറിയൊരു അഡ്വൈസ് എനിക്ക് കൊടുക്കാനുള്ളത്, +2 കഴിഞ്ഞിട്ട് വന്നു കഴിഞ്ഞാലും കാര്യം നടക്കുമായിരിക്കും. ബട്ട് എങ്കിലും നാട്ടിൽ നിന്ന് ഗ്രാജുവേഷനും കൂടി എടുത്ത് വരുന്നതായിരിക്കും കുറച്ചുകൂടി I would recommend. കാരണം അതിന് അവർ ഇവിടെ വന്ന് ഈ കാനഡയിലെ പഠിപ്പും കാനഡയിലെ എക്സ്പീരിയൻസും ഒക്കെ ആകുമ്പോഴത്തേക്ക് they may be in a much better position to go for PR. അപ്പൊ അതാണ് സ്റ്റുഡൻസിനെ സംബന്ധിച്ചിട്ട് ഈ PR ആയി കഴിഞ്ഞാൽ പിന്നെ 2-3 വർഷം ഇവിടെ നിൽക്കുമ്പോഴത്തേക്ക് പിന്നെ സിറ്റിസൺഷിപ്പ് ആയി. പിന്നെ ചിലവരെ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഒരുപാട് പേര് ഒരു റൈറ്റ് ജോബ് കണ്ടുപിടിക്കാൻ അവർക്ക് പറ്റിയെന്ന് വരത്തില്ല, അല്ലെങ്കിൽ മറ്റുള്ള ചില ഇംഗ്ലീഷ് ലാംഗ്വേജ്
പഠിച്ചു കഴിഞ്ഞാലും ഇവിടെ രണ്ടാമതും പ്രൂവ് ചെയ്യണം. അപ്പൊ അതിലൊക്കെ ചില പ്രശ്നം വരുന്നുണ്ട്. But there are different options. So a lot of students come to us for consultation. We try to help them best we can. Yeah. Okay. ഇപ്പൊ നമുക്ക് ഇപ്പൊ ഒരു പ്രൊഫഷണൽസ് ആണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ആ പ്രൊഫഷണൽസ് എന്തൊക്കെ ഓപ്ഷൻസ് ആണുള്ളത്? അവർക്ക് ഏതൊക്കെ ഹോട്ടസ്റ്റ് ജോബ്സുകൾ ചൂസ് ചെയ്യാൻ പറ്റും? ഇവിടുത്തെ കാനഡയിൽ ഇപ്പോഴത്തെ ടോപ്പ് ജോബ്സ് ആർ ഓൾ in definitely IT, healthcare, in hospitality and tourism. You know, the Niagara Falls in Canada, it's naturally very beautiful country. In logistics, supply chain is very good industry. Finance, always, you know. ഒരുപാട് ഇൻഡസ്ട്രികൾ, പിന്നെ ഇന്നോവേഷൻ എല്ലാം IT തന്നെ ഈ പറഞ്ഞ പോലെ ഇപ്പം ബ്ലോക്ക് ചെയിൻ, സൈബർ സെക്യൂരിറ്റി ഒക്കെ വളരെ ഹോട്ട് ഇൻഡസ്ട്രിയാണ്. അപ്പം ജനറലി ഇങ്ങനെയൊക്കെയുള്ള ഏരിയകളിൽ വരുന്നവർക്ക് കുറെ കൂടി എളുപ്പമായിരിക്കും. കാരണം അവർക്ക് ഇനി ഫെഡറൽ ഗവൺമെന്റ് പ്രോഗ്രാമിൽ ചിലപ്പോൾ അവർ സൂട്ടബിൾ ആയിട്ടില്ലെങ്കിൽ മറ്റുള്ള ഓപ്ഷൻസ് ഒക്കെ വർക്ക്ഔട്ട് ചെയ്യാൻ സാധ്യതയുണ്ട് പ്രൊഫഷണൽസിന്. Okay. For professionals who cannot come through Express Entry program, what are the other options? Other options എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞില്ലേ, ഒരു 33-34 ഒക്കെ കഴിയുമ്പോഴത്തേക്ക് ഈ ഫെഡറൽ എക്സ്പ്രസ് എൻട്രി വഴി വരാൻ ഇറ്റ്സ് റിയലി ഗോയിങ് ടു ബി ഡിഫിക്കൽട്ട് ബിക്കോസ് ദേ വോണ്ട് ഹാവ് ഇനഫ് സ്കോർ. ഇപ്പൊ ഒരാളൊരു മാസ്റ്റേഴ്സ് ലെവൽ എഡ്യൂക്കേഷനും ഒരു 4 or 5 years good work experience and then definitely best level of English, നമ്മളൊരു IELTS എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, സെൽഫ് എന്നൊക്കെ പറഞ്ഞ ഇംഗ്ലീഷ് ലാംഗ്വേജ് ടെസ്റ്റ് ഉണ്ട്, അതിലൊക്കെ ഒരു CLB 8-9 ഒക്കെ എടുത്തു കഴിയുമ്പോഴത്തേക്ക് തിങ്സ് ക്യാൻ വർക്ക് ഔട്ട്. ബട്ട് അതർവൈസ് പിന്നെ ഇവിടുത്തെ ഈ പ്രൊവിൻഷ്യൽ നോമിനേഷൻ പ്രോഗ്രാംസ് ഉണ്ട്. അതായത് ഓരോ പ്രോവിൻസിന് അതിൻ്റെതായ രീതിയിലുള്ള ചില ഹോട്ട് ജോബ്സ് വെച്ചിട്ട് ആൾക്കാരെ സെലക്ട് ചെയ്യാം. ബട്ട് അതിലൊക്കെ ഈ പറഞ്ഞ പോലെ ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയതുകൊണ്ട് ഒരു ഈ നാട്ടിൽ നിന്നും അവിടെ നിന്നൊക്കെ ഏതെങ്കിലും ഏജൻസ് ഒന്നും പറയുന്നത് പെട്ടെന്ന് കേൾക്കാതെ വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള ആഴത്തും അതൊക്കെ ഡിസ്കസ് ചെയ്തിട്ട് ഒരു ഡിസിഷൻ എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കൂടാതെ ചിലവർ ഈ പറഞ്ഞ പോലെ PNPയും വർക്ക്ഔട്ട് ചെയ്തിട്ടില്ല, ഫെഡറൽ എക്സ്പ്രസ് എൻട്രിയും വർക്ക്ഔട്ട് ചെയ്തിട്ടില്ലെങ്കിൽ അവരിലൊരാൾ whoever is the younger one actually should try to come as a student, then the spouse can come on open work permit. അപ്പൊ അങ്ങനെയുള്ള multiple options are there. Okay. And we hear the news like the Canada Immigration is going to stop Express Entry for 1.5 years or 2 years because they have a lot of applications are waiting. Is that true or is that a fake news? There is some truth in it. Basically, a lot of COVID pandemic related backlogs are there. അപ്പൊ അത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് പിന്നെ ഇത് പുതിയ അപ്ലിക്കേഷൻസ് പൈൽഡ് അപ്പ് ആണെന്ന് വിചാരിച്ചിട്ട് അവർ ഡെഫിനറ്റ്ലി ദേ ആർ ടേക്കിംഗ് എ പോസ്. അതായത് ഇപ്പൊ ഉള്ള സിസ്റ്റത്തിലുള്ളവരുടെ കാര്യങ്ങൾ ഈ പറഞ്ഞ പോലെ ഓൾറെഡി ഡ്രോ ഒക്കെ കഴിഞ്ഞ ITA കിട്ടി അണ്ടർ പ്രോസസ് ഉള്ളവരുടെ കാര്യം നടക്കുന്നുണ്ട്. ബട്ട് ന്യൂ ഡ്രോസ് ആർ നോട്ട് ഹാപ്പനിങ് ഫോർ ഫെഡറൽ സ്കിൽ വർക്കർ എസ്പെഷ്യലി ഔട്ട്സൈഡ് കാനഡ ഉള്ളവർക്ക് ഓൾമോസ്റ്റ് 2022 ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ്. But the minister said we will come back with more clarity on this after a couple of months. So for the time being, yes, we don't expect any FSW draws. FSW normal federal skill worker outside Canada ulla aalkarkulla adu iprasham kanuthu. But PNP is going on and lot of other programs are going on. Pinne adupole thanne ee Canadian agathullavarku there is a chance that Canadian experience class and draws are going to take place soon. അങ്ങനെയാണ്. Nothing is stopped. It's all certain programs under pause. ഈ ഒരുപാട് ബാക്ക്ലോഗ് ഉള്ളത് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് ടെമ്പററി ആക്ഷൻ എടുത്തേ ഉള്ളൂ. അല്ലെ, ഇപ്പൊ നമ്മളോട് ഒത്തിരി പേര് പറയുന്നുണ്ട് അതൊന്നും ഫേക്ക് ന്യൂസുകളാണ്, ഒരു ക്ലാരിറ്റി കൊടുക്കുന്നില്ല. ക്ലാരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ട്രീറ്റ് സൈഡിലുള്ള ഏജൻസിന്റെ അടുത്തൊക്കെ പോയിട്ട് അവർക്ക് എന്തും വിളിച്ചു പറയാം. അപ്പൊ അത് നിങ്ങൾ കാനഡന്റെ അകത്തിരിക്കുന്ന അല്ലെങ്കിൽ കനേഡിയൻ ഗവൺമെന്റ് അതിനെ ലൈസൻസ്ഡ് ആയിട്ട് അതിന്റെ എലിജിബിൾ ആയിട്ടുള്ള പ്രൊഫഷണൽസിന്, ലോയേഴ്സിനെയും കൺസൾട്ടൻസിനൊക്കെ ലൈസൻസ് ഒക്കെ കൊടുത്ത് അതിനെപ്പറ്റി ഒഫീഷ്യലായിട്ടും ഒതന്റിക് ആയിട്ടും സംസാരിക്കാൻ വേണ്ടി നമ്മളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇമിഗ്രേഷൻ കാനഡ നിങ്ങളുടെ അഡ്വൈസ് ചെയ്യാനും നിങ്ങളുടെ കേസുകൾ റെപ്രസെന്റ് ചെയ്യാനും. ഇമിഗ്രേഷൻ ഈസ് ഓൾസോ എ ലോ എൻഡ് ഓഫ് ദി ഡേ. ഇപ്പൊ നമ്മൾ ക്രിമിനൽ ലോ മറ്റുള്ള ലോ എന്ന് പറയുന്നത് ഇമിഗ്രേഷൻ ഇസ് എ ലോ. അപ്പൊ അതിന് ലീഗൽ സൈഡ് ഒരുപാട് കാരണം, ഒരുപാട് ഗ്രേ ഏരിയാസും ഒരുപാട് ഹിഡൻ ഫാക്ടേഴ്സും ഒരുപാട് ലൂപ്പ് ഹോൾസ് ഒക്കെ കാണും. അതിനു വേണ്ടിയിട്ടാണ് അവിടുന്ന് ഇവിടുന്ന് പറയുന്നത് വിശ്വസിക്കാതെ ഒരു പ്രൊഫഷണൽസിന്റെ അടുത്ത് കുറച്ച് കാശ് ചെലവായാലും മര്യാദയ്ക്ക് സമയമൊക്കെ ബുക്ക് ചെയ്ത് സംസാരിച്ചിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോവുക. അതർവൈസ് യു വിൽ ബി ദ ലൂസർ. ഒന്നുകിൽ നിങ്ങൾ ചാൻസ് മിസ് ചെയ്യും, അതില്ലെങ്കിൽ ഒരുപാട് കാശ് കളയും. ഓക്കെ, ഇപ്പൊ നമുക്ക് കാനഡയിലേക്ക് വരുന്നതിനുണ്ട്, ഇസ് ഇറ്റ് പോസിബിൾ ഫോർ ടു ഫൈൻഡ് a job before coming to Canada? അത് വലിയൊരു സ്കാം ഏരിയ ആണ്. അത് ചോദ്യം. അത്
to be honest with you, unless and until it is too hot jobs in Canada. For example, ഇപ്പൊ നമ്മളിപ്പോ നേരത്തെ പറഞ്ഞ പോലെ ഹൈലി ഇന്നോവേറ്റീവ് ഫീൽഡ്, ഇപ്പോൾ സൈബർ സെക്യൂരിറ്റി, ബ്ലോക്ക് ചെയിൻ ഡെവലപ്മെന്റ്, അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, മെഷീൻ ലേണിംഗ്, അപ്പോൾ അല്ലെങ്കിൽ വളരെ ഹൈ ഡിമാൻഡ് ആയിട്ടുള്ള ഹെൽത്ത് കെയർ ജോബ്സ്, ഇങ്ങനെയൊക്കെയുള്ള ജോബ്സിലൊക്കെ ചിലപ്പം ഇറ്റ്സ് ഹാപ്പനിങ്, ബട്ട് നോട്ട് ഈസി. ഈവൻ എൻ്റെ അടുത്ത് ഒരുപാട് IT എഞ്ചിനീയേഴ്സ് ഒക്കെ they call and tell me, I have been trying so hard, I can't find a proper job in Canada. But I have also a lot of success cases. So നല്ലൊരു ശതമാനം ആൾക്കാർക്കും, ഒരു 95% ആൾക്കാർക്കും it's not going to work when you're trying from abroad. You may find a job even as a cook, but if you're let's say someone is looking for someone has an Italian restaurant, he's looking for an Italian chef, and you are one of them, maybe he will hire you. But generally speaking, all these ads what you see abroad is mostly fake and scam, and it is almost impossible for someone from outside to find a job in Canada, unless and until in exceptional industries and situations. Okay. Which is the best city or province to live in Canada? Canada എന്ന് പറയുന്നത് ഒരു വലിയൊരു രാജ്യമാണ്. അതിൻ്റെ ഉള്ളിൽ ഒത്തിരി നമ്മുടെ ജാനവനിൻ്റെ ഉള്ളിൽ പറയുന്ന പോലെ തന്നെ ഓരോ പ്രൊവിൻസുകളും, ചില പ്രൊവിൻസ് പോയി കഴിഞ്ഞാൽ ഭയങ്കര ടഫാണ്, ഭയങ്കര സ്നോഫാളിംഗ് ആണ്, തണുപ്പ് കൂടുതലാണ്. അവിടെ പോയി കഴിഞ്ഞാൽ ഒത്തിരി കഷ്ടപ്പെടും എന്ന് പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇപ്പൊ ഒരു PR അല്ലെങ്കിൽ എക്സ്പ്രസ് എൻട്രിയിൽ അല്ലെങ്കിൽ സ്റ്റുഡന്റ് ആയിട്ട് ഏറ്റവും ഹോട്ടസ്റ്റ് ആയിട്ടുള്ള സിറ്റി ഏതായിരിക്കും? അങ്ങനെ പറയുന്നത് ഇപ്പൊ കാനഡയിലെ ലാർജസ്റ്റ് സിറ്റി ടൊറന്റോ ആണ്, ലാർജസ്റ്റ് പ്രോവിൻസ് ഒന്റാരിയോ ആണ്. അപ്പൊ അത് കഴിഞ്ഞാൽ വാൻകൂവർ ഉണ്ട്, ബ്രിട്ടീഷ് കൊളംബിയ എന്ന് പറയാം പ്രോവിൻസിൽ. പിന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ ഫ്രഞ്ച് സ്പീക്കിംഗ് പ്രോവിൻസ് ഉണ്ട്, മോൺട്രിയൽ, ഒരുപാട് ഫ്രഞ്ച് സ്പീക്കിംഗ് ആൾക്കാരെ പ്രിഫർ ചെയ്യുന്ന ആ ഏരിയ ആണ്. പിന്നെ കാൽഗരി, ആൽബർട്ട പ്രോവിൻസ് ഇസ് വെരി പോപ്പുലർ ഫോർ ഓയിൽ ഫീൽഡ്സ് ആർ ദേർ. അപ്പൊ ഇതില് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ജോബും നമ്മളുടെ നമ്മുടെ റിലേറ്റീവ്സ് ചിലപ്പോൾ ഉള്ള പ്രോവിൻസ്, അങ്ങനെ ഒരുപാട് പ്രയോറിറ്റി ആൾക്കാർക്ക് കാണാം ചിലപ്പോൾ. അപ്പൊ ജനറലി സ്പീക്കിംഗ് മോസ്റ്റ് പീപ്പിൾ ആർ കമ്മിങ് ടു ഒന്റാരിയോ ആൻഡ് ബ്രിട്ടീഷ് കൊളംബിയ. ബട്ട് ദീസ് ഡേയ്സ് ഇസ് ചേഞ്ചിങ്. കാരണം ഒന്നാമത് ഈ വെതറിന്റെ കാര്യം പറഞ്ഞാൽ when I landed here in 99, first time, 22 years back, in December 18, the weather was also -18. But this December, weather I think hardly was -2 or -3. അപ്പോൾ വെതറിൽ ഒരുപാട് ഈ ഗ്ലോബൽ വാർമിങ്ങിന്റെ ഒക്കെ വെച്ചിട്ട് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇന്ന് ഒരുപാട് സിറ്റീസ് ലിവബിൾ ആയിട്ട്, അന്നത്തെ കാലത്ത് പോപ്പുലർ അല്ലാത്ത ഒരുപാട് സിറ്റികൾ, ഇപ്പോൾ ഉദാഹരണത്തിന് ഹാലിഫാക്സ്, നോവ സ്കോഷ്യ, പിന്നെ സാസ്കച്ചുവാൻ ആ പ്രോവിൻസിലുള്ള, പിന്നെ ഒരുപാട് പുതിയ പുതിയ സിറ്റികൾ ഡെവലപ്പായി വരുന്നുണ്ട്. വേറെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഈ പിന്നെ ഇറ്റ്സ് നോട്ട് ജസ്റ്റ് ജോബ്സ്, ഓൾസോ ഈ ലിവിംഗ് കോസ്റ്റ് ഇസ് മച്ച് ഹയർ ഇൻ ഒന്റാരിയോ ആൻഡ് വാൻകൂവർ, പ്രത്യേകിച്ച് ടൊറന്റോ പോലുള്ള സിറ്റികളിൽ ഇറ്റ്സ് മച്ച് ചീപ്പർ ഓവർ ദെയർ. അപ്പോൾ പീപ്പിൾ ഹാവ് ഡിഫറെന്റ് പ്രയോറിറ്റീസ്. അപ്പോൾ ഒരുപാട് ആൾക്കാർ ഈ വർക്ക് ഫ്രം ഹോം കൾച്ചറൊക്കെ വന്നതുകൊണ്ട് probably it doesn't matter where do you exactly live, but then your living cost also matters, your convenience also matters. Okay. And there are fraudulent activities happening on Canadian immigration, like fake job offer, work permit, and LMIA. Could you please advise on this? Oh yeah. That is actually the objective of attending this even interview was that, because എനിക്ക് നമ്മളെ ബിസിനസ്സിനും ഒരു മാർക്കറ്റ് ചെയ്യുന്നുള്ള ഒരു ഇന്റർവ്യൂ ആയിട്ടല്ല ഞാൻ ഇതിനെ കാണുന്നത്. ഐ എം ഓൾറെഡി താങ്ക് ഗോഡ് പോപ്പുലർ ബിക്കോസ് there are a lot of bad guys in the industry. I mean, inside Canada and outside Canada. അപ്പോൾ ഇതിൽ ഔട്ട്സൈഡ് കാനഡയുടെ കാര്യം പറയുമ്പോഴത്തേക്ക് കാനഡന്റെ അകത്തുള്ള ലൈസൻസ്ഡ് ആയിട്ടുള്ള പ്രൊഫഷണൽസിൽ അവർ അറ്റ്ലീസ്റ്റ് they have accountability, they are being audited. I mean, you can make complaint about them inside Canada. But outside കാനഡയിൽ ലൈസൻസും ഒന്നും ഇല്ലാതെ ഏതെങ്കിലും ഒരു ഷോപ്പും ഓഫീസും തുറന്നു വെച്ചിരുന്നിട്ട് കാനഡയിൽ പിന്നെ ജോബ്സ് ഉണ്ട്, കാനഡയിൽ വർക്ക് പെർമിറ്റ് തരാം, കാനഡയിൽ ഏജ് പ്രശ്നമല്ല, ലാംഗ്വേജ് പ്രശ്നമല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട്, പ്രത്യേകിച്ച് ദുബായ്, ഐ വുഡ് സേ ദ ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് വേൾഡിന്റെ നമ്പർ 1 സ്കാം സെന്റർ എന്ന് പറയാം ദുബായ്. അപ്പോ ഇഷ്ടം പോലെ ആൾക്കാർ എന്നെ വിളിക്കുന്നതും എന്നെ കൺസൾട്ടേഷൻ ചെയ്യുന്നതും ഓൾറെഡി കാശ് പോയ ആൾക്കാരാണ്. അപ്പോ അങ്ങനെ ഒരു ജോബ് ഓഫർ ഒക്കെ ഈസി ആയിരുന്നെങ്കിൽ എല്ലാവർക്കും ഇവിടെ വന്നൂടെ. ഇവിടെ ഒരു കാനഡയിൽ ഇപ്പൊ ഒരു ഡോക്ടർ പോലും കാനഡയിൽ വന്നു കഴിഞ്ഞാൽ അവർക്ക് they have to go through certain process of licensing in Canada before they even start working as a doctor. അത്ര സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു രാജ്യത്ത് every Dick and Harry is being offered
just for paying 10,000 dirhams, അല്ലെങ്കിൽ ഇന്ത്യയിൽ 5 ലക്ഷം കൊടുത്താൽ അല്ലെങ്കിൽ 25 ലക്ഷം കൊടുത്താൽ ജോബ് കിട്ടും, അത് കിട്ടും, ഇത് കിട്ടും. ഇത് ഒരുപാട് നിങ്ങൾ യൂട്യൂബിലൊക്കെ കാണാം. ഇമിഗ്രേഷനായിട്ട് ഒരു ബന്ധമില്ലാത്ത ആൾക്കാരൊക്കെ ഇതിനെ പറ്റിയൊക്കെ വിളിച്ച് പറയുന്നത്, അത് ഇത് ഓഫർ ചെയ്യുന്നത്. അപ്പോ ഞാൻ എപ്പോഴും പറയുന്ന പറഞ്ഞാൽ ജസ്റ്റ് ഡു യുവർ ഡ്യൂ ഡിലിജൻസ്. നിങ്ങൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ യു ഷുഡ് ആസ്ക് ദം ഈസ്, ആർ യു authorized or licensed by Government of Canada to practice immigration law അല്ലെങ്കിൽ advise immigration law. ഇപ്പൊ നമ്മളൊക്കെ പറഞ്ഞാൽ you can check, I will send you some link, please share it with your viewers. Let them go through and find out who is authorized to practice immigration law. Immigration law practice ചെയ്യാൻ കാനഡന്റെ അകത്ത് ഒരുപാട് ലോയേഴ്സ് ഉണ്ട്. ഇപ്പോൾ കനേഡിയൻ പിന്നെ നമ്മളെ പോലുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഇമിഗ്രേഷൻ കൺസൾട്ടൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് അവർക്ക് they can go abroad, speak about immigration, promote immigration, advise on immigration, and represent also. So, നമ്മുടെയൊക്കെ ഇപ്പൊ സാധാരണ കേസിൽ ഈ ലൈസൻസ്ഡ് അല്ലാത്ത ആൾക്കാർ എന്ന് പറഞ്ഞാൽ അവര് they are just beating around the bush. They can just close their shop overnight and leave. പക്ഷേ you have to be really, really careful. I mean, you have to do your own due diligence. Okay, പക്ഷേ ഇതിപ്പം ഫ്രോഡുലന്റ് ആക്ടിവിറ്റീസ് ആണെന്ന് പറഞ്ഞാലും എന്നാലും ചിലരൊക്കെ ഇതുപോലെ ഏജൻസി ത്രൂ ജോബ് ഓഫർ കിട്ടി കയറിപ്പോയവരുണ്ട്. സത്യമാണത്. ഐ അഗ്രി. ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പം ഒരു രാജ്യം വേൾഡിൽ സൂപ്പർ പെർഫെക്റ്റ് ആയ രാജ്യമല്ലത്. ഈ രാജ്യത്തൊരു കാനഡന്റെ അകത്തൊരു 1 million എംപ്ലോയേഴ്സ് ഉണ്ടെങ്കിൽ, അതായത് പിന്നെ ബിസിനസ് നടത്തുന്നവരുണ്ടെങ്കിൽ, അവരിൽ ചിലവർക്ക് there may be they are collaborating with some fraudulent people abroad. That's a chance. For example, ഇപ്പം let's say truck drivers. ഇപ്പൊ ട്രക്ക് ഡ്രൈവേഴ്സ് ദുബായിൽ ട്രക്ക് ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് ഉള്ള ഒരാൾക്ക് കാനഡയിൽ ട്രക്ക് ഡ്രൈവറായിട്ട് വരാം. ബട്ട് എന്ത് രീതിയിലാണ് കാനഡന്റെ അകത്ത് നിന്ന് ഹയർ ചെയ്യാതെ അയാൾ ദുബായിൽ നിന്ന് ഹയർ ചെയ്യുന്ന അവർക്കറിയുന്ന കാര്യം. ബട്ട് ജനറലി സ്പീക്കിംഗ് മോസ്റ്റ് ഓഫ് ദം 90% ഇതിലെന്ന് പറയുന്നത് 10 ആളുടെ കാര്യം 2 ആളുടെ കാര്യം നടക്കുമ്പോൾ 8 ആൾക്കാരുടെ കാശ് പോകുന്നുണ്ട്. അപ്പൊ അതിൽ ഒരു ഹൈ റിസ്ക് ആണ്, ഇല്ലീഗലാണ്, അൺഎത്തിക്കലാണ്. അപ്പൊ ഓൾ ഐ ഹാവ് ടു ടെൽ യു ഇസ് ദാറ്റ് make sure that you do enough research and investigation. Even if they are telling somebody is offering a truck driver job in Canada, at least ask them, can I speak to the employer? Do you have a lawyer involved in this process? What guarantee is there I will not lose my money? At least find out everything, correct? Is there any link or any website to find that? Like, See, that's what I'm sharing with you. See, if you go to Immigration Canada website, there is a link where find your representative. Representative can be a lawyer or a consultant. Lawyers are mostly based inside Canada. Consultant I can be tomorrow sitting in Dubai or Cochin and talking about immigration law, and I can represent your application. Immigration law is immigration law, just like any other law, criminal law, family law, other law. Correct? So okay. So there's one link. Basically, I'm going to share with you, which you can share with your audience or viewers. Yeah. So that they can at least go and find out. Like, I'm Mustafa Backer. Just Google Mustafa Backer. You will know everything about me. You will find my LinkedIn profile. You might see everything about all my credentials, my license number, everything. So if someone in Dubai or other places are telling you have a lawyer or agent or consultant or anybody in Canada, ask them, who is he? Can I speak to them before I pay you my hard-earned money? So just make sure, do your homework, do your due diligence before you actually, making the big leap and big decisions. അത് ഒരു ബിഗ് ടാസ്ക് തന്നെയാണ്. ഇപ്പൊ നമ്മള് ഒരു ഏജൻസിയോട് സമീപിക്കുമ്പോൾ നമുക്കൊന്ന് വെരിഫൈ ചെയ്യണമെന്ന് പറയുമ്പോൾ അവർ ചിലപ്പോൾ പറയുന്നത് they will tell like, if you're interested you can pay it, otherwise you can leave. So no problem. വേൾഡ് ഉള്ളിടത്തോളം കാലം നമ്മളെ വഹിക്കാൻ ആൾക്കാരുണ്ടാവും എല്ലായിടത്തും. നമ്മൾ ശ്രദ്ധിക്കണം, ഇത്രേ ഉള്ളൂ. നമ്മളിപ്പോൾ ഹോസ്പിറ്റലിൽ ചെന്നാൽ പോലും നമ്മൾക്ക് ഇല്ലാതെ അസുഖം പറഞ്ഞ് ഡോക്ടർമാർ പറ്റിക്കുന്ന ഡോക്ടർമാർ, നമ്മളത് ശ്രദ്ധിക്കാന്നല്ലാതെ വേറെ എന്താ ചെയ്യാൻ പറ്റും? വേൾഡ് നമുക്ക് whatever is in your control, you do it. ഞാനിപ്പോ ഈ ടിപ്സ് തരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് ജോലി ആയി കൊടുക്കുന്ന ഏജന്റ്, can you give me 2-3 names, Malayalis, whatever, non-Malus, whatever, എവിടെയെങ്കിലും ജോബ് കിട്ടിയ 2-4 പേര് തരാൻ പറ്റുമോ? Speak to them in Canada. If you have a lot of money, you want to risk 10 lakhs, 20 lakhs, 30 lakhs, you do it. It's your own risk. I'm just telling you what's happening. I'm getting every day dozens of calls, and 90% of them lost money. Okay, or 95% of them lost money. And they call me just to save balance money, because the agent is asking for additional money.
അത് ശരിയാണ്. ഒത്തിരി മിഡിൽ ഈസ്റ്റില് ഒത്തിരി പേരുടെ പണം ഇതുപോലെ കവർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. അവരെ ഇതുപോലെ ജോബ് ഓഫർ കൊടുക്കാം, അല്ലെങ്കിൽ ഇത്ര എമൗണ്ട് ആവും. They are ready to, I'm wondering, they are ready to provide that amount, whatever they ask. അവരിപ്പോ ഒരു 40 ലക്ഷം രൂപ ചോദിക്കുവാണെങ്കിൽ ആ 40 ലക്ഷം രൂപ കൊടുത്ത് അപ്ലൈ ചെയ്യാൻ റെഡി ആയി നിൽക്കുന്ന ഒരു ഇഷ്ടം പോലെ ഉണ്ട്. ആൾക്കാർ desperate ആണെന്ന്. See, to be honest with you, problem എന്ന് പറഞ്ഞാൽ especially people living in the Gulf countries, the problem, they got used to certain lifestyle. അവരുടെ മക്കളൊക്കെ ഇന്ത്യയായിട്ടൊന്നും വലിയ കണക്ഷൻ ഒന്നും ഇല്ല. അപ്പൊ അവർക്ക് ഈ മക്കൾ എവിടെയെങ്കിലും ഇന്ത്യയെ കൊണ്ടുപോയി സെറ്റിൽ ആകാൻ ബുദ്ധിമുട്ട്. ദുബായിലാണെങ്കിൽ ജോബ് പോയി കഴിഞ്ഞാൽ ദുബായ് ഗൾഫ് കൺട്രീസിൽ നിങ്ങളുടെ വിസ ക്യാൻസൽ ആയി. അപ്പൊ ഒരു ഇൻസ്റ്റെബിലിറ്റി ഉണ്ട് അവിടെ. എന്നോട് ചിലപ്പോൾ ഈ ദുബായിലുള്ളവർ തന്നെ ചോദിക്കും, എന്തുകൊണ്ടാണ് നമുക്കിവിടെ നല്ല സെറ്റപ്പാണ്, പിന്നെയും ഒരുപാട് പേര് കാനഡക്ക് പോകുന്നു, അപ്പൊ നമ്മൾ കൺഫ്യൂസ്ഡ് ആണ്. അപ്പൊ ഞാൻ പറയും, നോക്ക്, you have to make your call. കാനഡ എന്ന് പറഞ്ഞാൽ you plan for your generations. അപ്പൊ നാളെ നിങ്ങളെ കുട്ടികളോട് ഒന്ന് പഠിച്ചു കൊടുത്ത മന്ത്രിമാർ വരെ ആവും. മറ്റുള്ള രാജ്യങ്ങൾ അങ്ങനെയല്ല. അവിടെ തൽക്കാലം നിങ്ങൾക്ക് ടാക്സ് ഇല്ല, കുറെ കാശൊക്കെ കിട്ടും. ബട്ട് unless and until you are very firm, very sure about returning to India and settling down there, and otherwise people are confused. So അവർ വളരെ ഡിസ്പറേറ്റ് ആണ്. ഇപ്പൊ ദുബായിലൊക്കെ ജീവിച്ച് ഒരാളെടുത്ത് പിന്നെ 2 CR 3 CR ഉള്ളവന് ചിലപ്പോൾ 30-40 ലക്ഷം രൂപ കൊടുത്തിട്ട് ഒരു വേ ഔട്ട് ഉണ്ടെങ്കിൽ അവനത് ചിലപ്പോൾ ശ്രമിച്ചെന്ന് വരും. ബട്ട് ഞാൻ പറഞ്ഞു, അറ്റ്ലീസ്റ്റ് യു ഹാവ് എ കൺസൾട്ടേഷൻ വിത്ത് പ്രൊഫഷണൽ അബ്രോഡ് കാനഡയിൽ ആരും കൂടെ അടുത്ത് സംസാരിച്ചിട്ട് കുറച്ചുകൂടി ക്ലാരിറ്റി എടുത്തിട്ട് യു മേക്ക് ദ ലീപ്പ്. ഞാൻ പറഞ്ഞു, അപ്പം മിക്കവാറും ചതിക്കാണ് സാധ്യത. കാരണം ദേ ആർ നോട്ട് അക്കൗണ്ടബിൾ. ഫസ്റ്റ് ഓഫ് ഓൾ ഇറ്റ്സ് ഇല്ലീഗൽ, അൺഎത്തിക്കൽ. വൈ ഷുഡ് യു പേ ടു ബൈ എ ജോബ്? നിങ്ങൾ ക്വാളിഫൈഡ് ആണ്, നിങ്ങൾക്ക് അതിനുള്ള ഇതുണ്ടെങ്കിൽ നിങ്ങൾ അതിന്റെ ഇന്റർവ്യൂ കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്തിട്ട് എന്റെ പ്രൊഫഷണൽ റൂട്ടിൽ തന്നെ വരിക. അതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ നിങ്ങളുടെ ചാൻസസ് ഓഫ് എന്താ പറയേണ്ടത്, ഗെറ്റിംഗ് ചീറ്റഡ് ഈസ് സോ ഹൈ. അപ്പൊ ഞാൻ എപ്പോഴും എന്നെ വിളിക്കുന്നവരോടൊക്കെ പറയും, പ്ലീസ്, if you want to go with anything like that, don't even talk to me about it. All I want to say is that it could be fraud, it should be fraud, it is an illegal activity, stay away from that. ane njan parayullu. Okay. What about business people? Can they immigrate? If yes, how do they qualify? ബിസിനസ് ക്ലാസ്സിലുള്ള ആൾക്കാർ ഈ പറഞ്ഞ പോലെ കാനഡ ഡസ് നോട്ട് നീഡ് എനി ബിസിനസ് മാൻ. അങ്ങനെയാണ് ലോകത്തുള്ള എല്ലാ ബിസിനസ്മാർക്കും ഇവിടെ വരാം. കാനഡയിൽ കുറച്ച് ക്രൈറ്റീരിയാസ് ഉണ്ട്. ഒന്നുകിൽ ആ ബിസിനസ് വളരെ ഒരു ഇൻട്രസ്റ്റിംഗ് ആൻഡ് ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു ഐഡിയ ആയിരിക്കണം. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു ആപ്പ് ഡെവലപ്പർ, അങ്ങനെ, അല്ലെങ്കിൽ IT ഫീൽഡ്, അല്ലെങ്കിൽ ചില ഹെൽത്ത് കെയർ സോഫ്റ്റ്വെയർ, അങ്ങനെയൊക്കെയുള്ള ഫീൽഡിലെ ബിസിനസ്സുകാർക്ക് ഒത്തിരി ഈസിയാണ്. അവർക്ക് ഇങ്ങോട്ട് വരാൻ വളരെ ഈസിയാണ്. അതിൽ കുറച്ചുകൂടി കാശ് വലിയൊരു ഇമ്പോർട്ടൻ്റ് അല്ല, അവരുടെ നോളജും സ്കിൽസും എക്സ്പീരിയൻസ് ആണ്. അപ്പൊ നമ്മൾ പിന്നെ ഇങ്ങനെയുള്ള ഫീൽഡിലൊക്കെ ജോലി ചെയ്യുന്ന ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്ക് ഇവിടെ ഒരു ബ്രാഞ്ച് തുടങ്ങിയിട്ട് ഇങ്ങോട്ട് മൂവ് ചെയ്യാം, അതിനുള്ള സാധ്യതയുണ്ട്. പിന്നെ അതുകൂടാതെ ഈ പറഞ്ഞ പോലെ നല്ല പൈസയുള്ള ബിസിനസ്സുകാരാണെങ്കിൽ തന്നെ, നല്ല എക്സ്പീരിയൻസും ഒക്കെ ഉള്ളവരാണെങ്കിൽ തന്നെ, ഒരു +2 ലെവൽ എഡ്യൂക്കേഷൻ ഒന്നും ഇല്ലെങ്കിൽ ഇറ്റ്സ് ഡിഫിക്കൽട്ട് ടു കം ടു കാനഡ ആസ് എ ബിസിനസ് മാൻ ഓൾസോ. അതുകൊണ്ട് അതൊക്കെ ഒരുപാട് ഇൻഡെപ്ത് ഡിസ്കസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഐ നീഡ് an hour to talk about it only. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും അഡ്വൈസ് ചെയ്യുക, അത് ഒന്നുകിൽ ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു കൺസൾട്ടേഷൻ വേണ്ടിയിട്ട് നിങ്ങൾ അറേഞ്ച് ചെയ്ത് വെയിറ്റ് ചെയ്യുക. അതല്ലെങ്കിൽ അതിൻ്റെതായ രീതിയിലുള്ള ഓൺലി ആ ബിസിനസ് സ്പെസിഫിക് ആയിട്ടുള്ള ഏതെങ്കിലും നമ്മളൊരു വീഡിയോ എന്തെങ്കിലും ചെയ്യുന്നെങ്കിൽ അതിനുവേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യുക. ഷുവർ. നമുക്ക് അത് ഒത്തിരി പേര് ചോദിച്ചൊരു ചോദ്യമാണ്, ബിസിനസ് വിസയിലേക്ക് എങ്ങനെ കാനഡയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാം, ബിസിനസ് വിസയിൽ വന്നു കഴിഞ്ഞാൽ PR-നുള്ള ഓപ്ഷൻസ് ഉണ്ടോ എന്ന് ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അവരുടെ ഒരു സംശയങ്ങളും കാര്യങ്ങളും എൻഡ്ലെസ് ആയിരിക്കും. അപ്പൊ അതിനെ ഈ ഒരു സമയത്ത് തീർക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല സാർ. ഡെഫിനറ്റ്ലി അവരുടെ നമ്മളൊക്കെ എന്താ ചെയ്യുന്ന പറഞ്ഞാൽ, സാധാരണ എന്റെ ഓഫീസ് ചെയ്യുന്ന പറഞ്ഞാല് ഈ ഒരു ബിസിനസ്സുകാരൻ നമ്മളെ കോൺടാക്ട് ചെയ്യുമ്പോഴത്തേക്ക് നമ്മളോട് ഒരു പ്രൊഫൈൽ ഫില്ല് ചെയ്ത് അയക്കാൻ പറയും. ആ പ്രൊഫൈൽ നോക്കിയിട്ട് നമുക്കറിയാം ഇവരോട് ഒരു കൺസൾട്ടേഷൻ ഒക്കെ വെച്ചുകൊണ്ട് കാര്യമുണ്ടോ ഇല്ലയോ. അല്ലാത്തവരോട് നമ്മൾ വളരെ പൊളൈറ്റ്ലി ഹംബ്ലി നമ്മൾ പറയും, സർ ഇറ്റ് ഡസ് നോട്ട് ലുക്ക് ലൈക്ക് എനി പാത്വേ ഇസ് ഗോയിങ് ടു വർക്ക് ഫോർ യു. അല്ലെങ്കിൽ അവരോട് നമ്മൾ പറയും, നോക്ക്, there is a it is worth talking in details, so we need to know much more additional information, and probably you may book a Zoom consultation. എന്നിട്ട് നമ്മൾ ആ കൺസൾട്ടേഷൻ ഒരുപാട് ക്ലാരിറ്റി വരും. പിന്നെ നമ്മൾ രണ്ടുപേരും കൂടി ഒരു ആക്ഷൻ പ്ലാൻ അഗ്രി ചെയ്യും, ഞാനും അവരുടെ ഈ പറയുന്ന ക്ലയന്റും തമ്മിൽ. അപ്പൊ ചിലതിൽ അത് വർക്ക്ഔട്ട് ആവും, ചിലതിൽ അവർക്ക് ഫീസിബിൾ അല്ലെങ്കിൽ നമ്മൾ അത് ഒഴിവാക്കും. സാധ്യത ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രൊസീഡ് വിത്ത് ഇറ്റ്. What is the benefit of going with a licensed immigration lawyer and consultants? അതിപ്പോ ഈ നേരത്തെ പറഞ്ഞ പോലെ, കനേഡിയൻ ഗവൺമെന്റിന്റെ മുന്നിൽ ഈ ലോയേഴ്സും
consultants are almost the same thing. Only the difference is the lawyers can also go to federal court. Like I can represent a client in the refugee court, lower court, Mondari court, I will represent, but I can't go to the federal court. Federal court is only with the descended the official authorized lawyers. Okay. Okay. In end of the day, either law on it. For example, if study visa apply, visitor visa apply. Our basic knowledge internet normally officers as per 186B section B, I'm not convinced that you meet the certain criteria to be coming to Canada as a student. I'm refusing. Layman or common when you go through a professional, we know the law, correct? We will definitely do everything to make sure that all those gaps are filled. Loopholes covered. For a law office application, mostly it is almost like there's a saying in English, well begun is half done. Nalla readil application then approved. Guarantee but it's understand anything. Like in India, case we know the lawyer knows what to talk and what to not talk, or in case there is an argument from the other parties, how to defend it by using the legal terms. Aspect we have special portal, we have special resources to contact the Immigration Canada. സ്വാഭാവികമായിട്ടും പല രീതിയിൽ നോക്കിക്കഴിഞ്ഞാലും നിങ്ങളെ നമ്മൾ റെപ്രസെന്റ് ചെയ്യാണ്, നമ്മൾ അഡ്വൈസ് ചെയ്യുന്ന റെപ്രസെന്റ് ചെയ്യുമ്പോൾ an application goes from definitely a law office has got much bigger chance of success. അതാണ് അതിന്റെ ഒരു മെയിൻ അഡ്വാൻറ്റേജ്. ഓക്കെ, സോ ഇത്രയാണ് നമ്മുടെ ഓഡിയൻസ് ചോദിച്ച ചോദ്യങ്ങൾ. താങ്ക് യു ഫോർ ബി ഹിയർ. ഐ തിങ്ക് എല്ലാവരും ഒരുമാതിരി പെട്ട ഡൗട്ടുകളെല്ലാം ക്ലിയർ ചെയ്യപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. താങ്ക്സ് ഫോർ ജോയിനിങ് വിത്ത് us. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ. എന്റെയും കൂടി സന്തോഷം. എല്ലാവരോടും പ്രത്യേകിച്ച് പറയാനുള്ളത് പറഞ്ഞാൽ കാനഡയിൽ വരാൻ ആഗ്രഹിക്കുന്നതൊക്കെ നല്ല കാര്യമാണ്. ബട്ട് ഈ നേരത്തെ പറഞ്ഞ പോലെ അത് പിന്നെ എപ്പോഴും ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് പറ്റുവാണെങ്കിൽ നിങ്ങൾക്ക് വളരെ കോൺഫിഡൻസും നിങ്ങൾ വളരെ വെൽ ടു ഡു പേഴ്സൺ ആണ്, IT സേവി ഒക്കെ ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ യു ക്യാൻ ഡു ഇറ്റ് ഓൺ യുവർ ഓൺ. ബട്ട് പ്ലീസ് കീപ് ഇൻ മൈൻഡ്, ഈവൻ നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു മിസ്റ്റേക്ക് ഒക്കെ, ചില മിസ്റ്റേക്ക് ക്യാൻ കോസ്റ്റ് യു ഡിയർലി. ഉദാഹരണത്തിന് ഇവിടെ മിസ്റെപ്രസെന്റേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ചില ഇൻഫർമേഷൻസ് നിങ്ങൾ ഇന്നസെന്റ് മിസ്റ്റേക്ക് ആണെങ്കിൽ കൂടി കനേഡിയൻ ഗവൺമെന്റ് ലുക്സ് അറ്റ് ഇറ്റ് വെരി സീരിയസ്ലി. അപ്പൊ അതിനെ യു ക്യാൻ ബി ഈവൻ ബാൻ ഫോർ 5 years. ഇതൊന്നും സാധാരണ ഒരു ലോ ഓഫീസ് വഴി പോകുമ്പോൾ സംഭവിക്കത്തില്ല. അപ്പൊ അതുകൊണ്ട് ബി എക്സ്ട്രാ കോഷ്യസ്. അതുപോലെ ഈ പിന്നെ അൺലൈസൻസ്ഡ് ആയിട്ടുള്ള ഏജൻസിന്റെ ഫ്രോഡുലന്റ് പ്രോമിസസും സ്കാം എന്നൊക്കെ കഴിയുന്നത് സേവ് യുവർ സെൽഫ് ഫ്രം ദാറ്റ്. കാനഡയിൽ വന്നിട്ടില്ലെങ്കിൽ സാറില്ല, എല്ലാവർക്കും കാനഡയിൽ വരാൻ പറ്റത്തില്ല. ബട്ട് ഡോണ്ട് ഗെറ്റ് ചീറ്റഡ്. അപ്പോൾ ഇങ്ങനൊരു ഇന്റർവ്യൂ പിന്നെ അറേഞ്ച് ചെയ്തതിന് ലിബിനോടും താങ്ക്സ്. അപ്പോൾ നമ്മുടെ വ്യൂവേഴ്സിനോടും എല്ലാവരോടും താങ്ക്സ്. Okay, so all the best. Thank you, sir. And happy, nice weekend. Bye-bye. Thank you, sir. Same to you. Bye-bye.